ഹായ്, വെൽക്കം ടു ഏലിയൻ ടോക്സ്. ക്രിസ്ത്യാനിറ്റി, ഇസ്ലാമിസം, നമ്മുടെ ഹിന്ദുയിസം, ഷിൻഡോയിസം, ബുദ്ധിസം, ലൈക് ലോകത്തിലുള്ള എല്ലാ മതങ്ങളും എടുക്കുക. ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതത് മതത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. ലൈക് ബൈബിൾ, ഖുറാൻ, വേദാസ്, ഷിൻഡോയിസം, ബുദ്ധിസം, അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെയൊക്കെ പരമാവധി ഒരു 3000-3500 വർഷങ്ങളാണ് പഴക്കമുള്ളത്. ആ ലോകത്തില് ലൈക് എത്രയോ ബില്യൺസ് മുമ്പേ തന്നെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യർ ഹോമോസാപ്പിയൻസിന്റെ കാര്യം എടുത്താൽ തന്നെ അത് ഏകദേശം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഉള്ളത്. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ നിയമം എന്ന് പറഞ്ഞ് അതത് കാലഘട്ടങ്ങളിലെ പുരോഹിതര് ഈ മതങ്ങൾ ഉത്ഭവിച്ച സ്ഥലങ്ങളിൽ ആളുകളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഇത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുന്നത്? ഇങ്ങനെ പറയപ്പെടുന്നത് എന്തിനാണ് ഒരു മനുഷ്യൻ, അതായത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് ഇത് വിശ്വസിക്കുന്നത്? ഓക്കെ, ഈ പറയുന്ന പുസ്തകങ്ങള് അത് ഇത്ര വർഷം മുൻപ് അത് എഴുതിയവരുടെ അഭിപ്രായമാണോ അത് ദൈവത്തിന്റെ സ്വരമാണോ? ഇനി ആരെങ്കിലും അത് ദൈവത്തിന്റെ സ്വരമാണെന്നാണ് പറയുന്നതെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത്? ഇത് നിങ്ങൾ ചോദിച്ചാലുള്ള മിക്കവാറും ഉത്തരം നോക്കിയിരുന്ന അവസാനം വിധി ദിവസം വരാൻ പോവുകയാണ്, അതിൽ നിങ്ങൾ നരകത്തിൽ പോവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് കിട്ടും എന്നൊക്കെയാണെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു ദിവസത്തിനെ പറ്റിയിട്ട് എന്താണ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാൻ പറ്റുന്നത്? ആർക്കും ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അതിലാരും വിശ്വസിക്കാൻ പാടില്ല എന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ദൈവങ്ങളെ സങ്കല്പിക്കുന്നതെങ്കിൽ അത് ശരിക്കും ഒരു ഉത്തരമാണോ? അതോ ഓരോ കാലഘട്ടത്തില് ലോകത്തിന്റെ പല കോണുകളില് മനുഷ്യർ എഴുതി വെച്ച കഥകളും സാമൂഹിക മാനുഷിക ചട്ടങ്ങളും മാത്രമാണോ?